നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. CCTV ന്യൂസ് ഇംപാക്ട്. ദുരിതയാത്രയ്ക്ക് വിരാമം. കുന്നംകുളം ടൗൺ ഹാൾ ഏകലവ്യൻ ലൈബ്രറി ബൈലൈൻ റോഡ് നവീകരിച്ച് നാടിന് സമർപ്പിച്ചു. കാൽനടയാത്രക്കാരെയും ഇരുചക്രവാഹന യാത്രക്കാരെയും ഓട്ടോ തൊഴിലാളികളെയും ഒരുപോലെ വലച്ച റോഡിന്റെ ദുരിതാവസ്ഥയെക്കുറിച്ച് CCTV ന്യൂസ് നൽകിയ വാർത്തകളെ തുടർന്നാണ് നഗരസഭ അടിയന്തരമായി ഇടപെട്ട് പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. നഗരത്തിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നഗരസഭയുടെ തനതു ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന പ്രധാന ബൈലൈൻ റോഡുകളിലൊന്നായ ഈ പാത 6 മീറ്റർ വീതിയിലും 100 മീറ്റർ നീളത്തിലുമാണ് ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച് സഞ്ചാരയോഗ്യമാക്കിയത്. റോഡിന്റെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. കഴിഞ്ഞ മെയ് 19 ടൗൺ ഹാൾ ലിങ്ക് റോഡ് ചളിക്കുളമായതും യാത്രക്കാർ നേരിടുന്ന ദുരിതം ചൂണ്ടിക്കാട്ടി CCTV ന്യൂസ് വാർത്ത നൽകിയത്. പുതിയ ബസ് സ്റ്റാൻഡിലേക്കും നഗരത്തിന്റെ മറ്റ് പ്രധാന ഭാഗങ്ങളിലേക്കും എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന റോഡിൽ മഴ പെയ്താൽ വലിയ ഗർത്തങ്ങളും വെള്ളക്കെട്ടും രൂപപ്പെടുന്നത് പതിവായിരുന്നു. ആഴമറിയാതെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും കാൽനടയാത്രക്കാരുടെ വസ്ത്രങ്ങളിൽ അഴുക്കുവെള്ളം തെറിക്കുന്നതും വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. തുടർന്ന് നാട്ടുകാരുടെയും ഓട്ടോ തൊഴിലാളികളുടെയും നിരന്തരമായ ആവശ്യവും CCTV ന്യൂസിന്റെ ഇടപെടലും പരിഗണിച്ച് തകർന്ന റോഡ് പൊളിച്ചുമാറ്റി കട്ടകൾ വിരിച്ച് ശാശ്വത പരിഹാരം കാണാൻ നഗരസഭ തീരുമാനിച്ചു. റോഡ് യാഥാർത്ഥ്യമായതോടെ പ്രദേശത്തെ യാത്രാദുരിതത്തിന് പരിഹാരമാവുകയും ഓട്ടോ തൊഴിലാളികളുടെയും ചെറുകിട വാഹനയാത്രക്കാരുടെയും നീണ്ട നാളത്തെ സ്വപ്നം പൂവണിയുകയും ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൻസി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, കക്ഷി നേതാവായ ശ്രീജിത്ത് ആവേൻ, കൌൺസിലർമാർ, ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാക്കളായ CB രാജീവ, ബിജു, ഓട്ടോ തൊഴിലാളികൾ, മുനിസിപ്പൽ എഞ്ചിനീയർ ബിനയ് ബോസ് എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂരിൽ മോഷണത്തിന് പദ്ധതിയിട്ടെത്തിയ നിരവധി മോഷണ കേസുകളിലെ പ്രതിയെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം നാഗക്കോട്ട് പുത്തൻ വീട്ടിൽ ശരത്തിനെയാണ് ടെമ്പിൾ SHO വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. തിരുവനന്തപുരത്തു നിന്ന് ഇന്ന് പുലർച്ചെ ഗുരുവായൂരിലെത്തിയ ശരത് മോഷണത്തിന് പദ്ധതിയിട്ടിരുന്നതായാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. പടിഞ്ഞാറേ നടയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്നു നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് തിരിച്ചറിയുന്നത്. പേരമംഗലത്തെ ബാർ കുത്തി തുറന്ന് മദ്യം മോഷ്ടിച്ച കേസുൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു. തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ അണ്ടത്തോട് പെരിയമ്പലം പ്രദേശത്തെ രാമച്ചപ്പാടങ്ങളിൽ വെള്ളം കയറി. ഏക്കർ കണക്കിന് സ്ഥലത്തെ രാമച്ച കൃഷി നാശത്തിന്റെ വക്കിലായതോടെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കർഷകർ. കൊയ്ത്തിന് ഭാഗമായതും വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലുള്ളതുമായ രാമച്ച ചെടികളാണ് ദിവസങ്ങളായി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്. തീരദേശത്തിന്റെ പഞ്ചാരമണലിലെ രാമച്ചത്തിന് വിപണിയിൽ നല്ല ഡിമാൻഡാണ് ഉണ്ടായിരുന്നത്. പഞ്ചാരമണലിൽ വെള്ളം എളുപ്പത്തിൽ താഴ്ന്നു പോകുന്നതിനാൽ വേരുകൾ എളുപ്പത്തിൽ എടുക്കുവാനും കഴിയുമായിരുന്നു. വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം വേരുകൾ ചീഞ്ഞുപോകാൻ സാധ്യതയുള്ളതിനാൽ ഇത്തവണത്തെ വിളവെടുപ്പ് പൂർണ്ണമായി നഷ്ടത്തിലാകും. സമീപത്തെ തോടുകളിലും ചാലുകളിലും എക്കലും മാലിന്യവും അടിഞ്ഞുകൂടി വെള്ളം ഒഴുകിപ്പോകാത്തതാണ് വെള്ളം പാടങ്ങളിൽ കെട്ടിക്കിടക്കാൻ പ്രധാന കാരണം. വിത്ത്, വളം, പണിക്കൂലി ഇനത്തിൽ വൻതുക ചെലവഴിക്കുന്നതിനു വേണ്ടി പല കർഷകരും കെട്ടുതാലിയടക്കം പണയം വെച്ചും വായ്പ എടുത്തുമാണ് കൃഷി നടത്തുന്നത്. ഇത് അടയ്ക്കാൻ കഴിയാതെ വന്നാൽ കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് കൂപ്പുകുത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. പാടശേഖരങ്ങളിലെ വെള്ളം ഉടൻ തുറന്നുവിടാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് അർഹമായ ധനസഹായവും നഷ്ടപരിഹാരവും നൽകാൻ സർക്കാർ ഇടപെടണമെന്നുമാണ് രാമച്ച കർഷകരുടെ ആവശ്യം. സംസ്ഥാനത്ത് ഇന്നു മുതൽ വീണ്ടും മഴ കനക്കും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ന്യൂനമർദ്ദത്തെ തുടർന്നാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നത്. കഴിഞ്ഞയാഴ്ച കേരളത്തിൽ മഴ സജീവമായിരുന്നു. അതിനുശേഷം മഴ മുന്നറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ വീണ്ടും മഴയ്ക്ക് സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും. ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണെന്നും മുന്നറിയിപ്പുണ്ട്. പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു.
അസാധാരണമായ ഓർമ്മശക്തിയും കഴിവുകളും കൊണ്ട് നാടിനും വീടിനും അഭിമാനമായി മാറിയിരിക്കുകയാണ് 3.5 വയസ്സുകാരനായ ഐമൻ ഷെസിൻ. ചാവക്കാട് എടക്കഴിയൂർ പണിക്ക വീട്ടിൽ ചാലിൽ ഷാഫി ഇർഷാന ദമ്പതികളുടെ മകനായ ഐമൻ ബുക്ക് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിലാണ് ഇടം നേടിയത്. ചെറിയ പ്രായത്തിൽ തന്നെ അറിവുകളുടെ വലിയ ലോകം കീഴടക്കിയാണ് ഐമൻ റെക്കോർഡ് നേട്ടം കൈവരിച്ചത്. കേരളത്തിലെ 14 ജില്ലകളുടെ പേരുകളും ഇന്ത്യയിലെ പ്രമുഖ ദേശീയ നേതാക്കളുടെ പേരുകളും കൃത്യമായി ഓർത്തെടുത്തു പറയാൻ ഐമന് സാധിക്കും. ഇതിനു പുറമെ ഇംഗ്ലീഷ് അക്ഷരമാല, സംഖ്യകൾ, ലളിതമായ ഗണിത പ്രശ്നങ്ങൾ, പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എന്നിവയും 3.5 വയസ്സുകാരൻ്റെ നാവിൻ തുമ്പിലുണ്ട്. വിവിധ തരം നിറങ്ങൾ, വാഹനങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, മൃഗങ്ങൾ, വർഷത്തിലെ 12 മാസങ്ങളുടെയും ആഴ്ചയിലെ 7 ദിവസങ്ങളുടെയും പേരുകൾ എന്നിവ പെട്ടെന്ന് തിരിച്ചറിയാനും തെറ്റുകൂടാതെ പറയാനുമുള്ള ഐമന്റെ കഴിവാണ് ബുക്ക് ഓഫ് ഇന്ത്യ പുരസ്കാരത്തിന് അർഹനാക്കിയത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ഡോക്ടർ അംബേദ്കർ. കുന്നംകുളം ഹിസ്റ്ററി ഫോറത്തിന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്തെ ചരിത്ര പൈതൃക സ്മാരകങ്ങൾ സന്ദർശിക്കുന്ന വേരുകൾ തേടി എന്ന പ്രൊജക്ടിന്റെ ഭാഗമായുള്ള ഹെറിറ്റേജ് റൈഡ് യാത്ര കുന്നംകുളം നഗരസഭാ ഉപാധ്യക്ഷൻ PG ജയപ്രകാശ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ചരിത്രാന്വേഷണ യാത്രകളുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം യാത്രകൾ അനിവാര്യമാണെന്നും ഹിസ്റ്ററി ഫോറത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് നഗരസഭയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും PG ജയപ്രകാശ് അറിയിച്ചു. വേദക്കാട് നടന്ന ചർച്ചയിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്തിലെ ചരിത്ര സ്മാരകങ്ങൾ അനുയോജ്യമായ വിധം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നും CG രഘുനാഥ് അറിയിച്ചു. കുന്നംകുളം ദി ലാൻഡ് ഓഫ് ഒറിജിനൽസ് എന്ന ആശയപ്രചരണാർത്ഥം നടക്കുന്ന യാത്രയിൽ തൃശൂർ, എറണാകുളം, കോട്ടയം, മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നുമായി 25 പേർ പങ്കെടുത്തു. പൈതൃക യാത്രാ സംഘത്തിൽ ചരിത്രകാരന്മാരായ ഡോക്ടർ രാജൻ ചുങ്കത്ത്, രാജീവ് പള്ളിക്കോണം, ജോബ് വർഗീസ്, ഗീവർഗീസ് കുന്നംകുളം എന്നിവരും പങ്കാളികളായി. ലോകപ്രശസ്തമായ കേരള കലാമണ്ഡലം ആദ്യം രൂപം കൊണ്ട മണക്കുളം, കക്കാട് മണപ്പാട്, കക്കാട് വാദികലാക്ഷേത്രം, പ്രാചീന സ്മാരകങ്ങളായ കക്കാട് വേദക്കാട് മുനിയറകൾ, 18 കവി പയ്യൂർ പട്ടേരിമാരുടെ പോർക്കുളത്തെ ചരിത്രശേഷിപ്പുകൾ, ചൊവ്വന്നൂർ തന്ത്രവിദ്യാപീഠം തുടങ്ങിയവയുടെ ചരിത്രത്തിലൂടെയും കലശമലയിലെ യുനെസ്കോ പട്ടികയിലുള്ള ചോലവനം, നരിമട എന്നിവിടങ്ങളിലും സംഘം സന്ദർശനം നടത്തി. ചരിത്ര ഇടങ്ങളിലേക്കുള്ള പൈതൃക യാത്രകൾ ഇനിയും തുടരുമെന്ന് ഹിസ്റ്ററി ഫോറം പ്രസിഡന്റ് കിഷോർ ലാൽ, സെക്രട്ടറി ഷീബ ടീച്ചർ, ട്രഷറർ പ്രശോഭ് മാഷ് എന്നിവർ അറിയിച്ചു. പുനയൂർ എടക്കര കൊഴിങ്ങര മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊഴിങ്ങര നൂറുർ റഹ്മാൻ മദ്രസയിൽ നടത്തിയ പരിപാടി സാലിഹ് അൻവരി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് പോക്കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. വടക്കേകാട് SI ഫൈസൽ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. മദ്രസാധ്യാപകൻ ബാദുഷ ബാഖവി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മുഹമ്മദ് അലി ഉസ്താദിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പിൽ മഹല്ല് സെക്രട്ടറി ഫൈസൽ, ട്രഷറർ P ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലിയും ഉണ്ടായിരുന്നു. പുന്നയൂർകുളത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് എംപാനൽ ഷൂട്ടർമാർ മേഖലയിൽ പരിശോധന നടത്തി 5 പന്നികളെ വെടിവെച്ചു കൊന്നു. 3ാം തവണയാണ് എംപാനൽ ഷൂട്ടർമാർ മേഖലയിൽ കാട്ടുപന്നി വേട്ട നടത്തുന്നത്. ഇത്തരത്തിലുള്ള ഇടപെടൽ പഞ്ചായത്തിൽ രൂക്ഷമായ കാട്ടുപന്നി ശല്യത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും എന്നാണ് കരുതുന്നത്. ബുധനാഴ്ച രാത്രിയിൽ നടത്തിയ പരിശോധനയിൽ നാക്കോല, AEO റോഡ് പരിസരം എന്നിവിടങ്ങളിൽ നിന്നാണ് 5 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിലെ കാട്ടുപന്നി ശല്യത്തെക്കുറിച്ച് വാർത്തകൾ പുറത്തുവന്നതിനെ തുടർന്നാണ് അധികൃതരുടെ അടിയന്തര ഇടപെടൽ. നാട്ടുകാരുടെ പരാതിയും മാധ്യമ വാർത്തകളും പരിഗണിച്ച് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഷൂട്ടർമാരെ നിയോഗിച്ചത്. വെടിവെച്ചു കൊന്ന പന്നികളെ മാനദണ്ഡങ്ങൾ പാലിച്ച് ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിച്ചു. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകുന്നതുവരെ പരിശോധനയും ജാഗ്രതയും തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ധാർമ്മിക നിലവാരമുള്ള സമൂഹമാണ് നാടിന്റെ യഥാർത്ഥ കരുത്തെന്നും വ്യക്തിപരമായ മൂല്യങ്ങളും സാമൂഹിക ഉത്തരവാദിത്വങ്ങളും പാലിക്കുന്ന മനുഷ്യരാണ് സുരക്ഷിത സമൂഹത്തെ സൃഷ്ടിക്കുന്നതെന്നും ധർമാധിഷ്ഠിത സമൂഹത്തെ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും SYS തസ്കിയ സമ്മേളനം ആഹ്വാനം ചെയ്തു. എരുമപ്പെട്ടിയിൽ നടന്ന സംസ്ഥാനതല ഉദ്ഘാടനം കേന്ദ്ര മുഷാവറ അംഗം താളപ്പറ മുഹ്യുദ്ദീൻ കുട്ടി മുസ്ലിയാർ നിർവഹിച്ചു.
സാങ്കേതികവിദ്യയും ഭൗതിക സാഹചര്യങ്ങളും എത്ര തന്നെ വളർന്നാലും ധാർമ്മിക അടിത്തറയില്ലാത്ത വളർച്ച അപൂർണമായിരിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പരസ്പര ബഹുമാനം, സത്യസന്ധത, സഹജീവി സ്നേഹം, നീതിബോധം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു അന്തരീക്ഷമാണ് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമെന്നും ലഹരിയുപയോഗം, കുറ്റകൃത്യങ്ങൾ, സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള അപജയങ്ങൾ എന്നിവ വർദ്ധിച്ചുവരുന്ന പുതിയ കാലഘട്ടത്തിൽ നന്മയും ധർമ്മവും മുൻനിർത്തിയുള്ള പ്രതിരോധം ശക്തമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സമസ്ത സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 650 കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ആത്മീയ സംഗമമാണ് തസ്കിയ സമ്മേളനം. SYS സംസ്ഥാന സെക്രട്ടറി MM ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി അനസ് അമാനി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ബഷീർ അഷ്റഫി, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അഷ്റഫ് അഹ്സനി ആനക്കര, ജില്ലാ ഭാരവാഹികളായ ഇസ്ഹാഖ് സഖാഫി, PM സൈഫുദ്ദീൻ, PSM റഫീഖ്, ഷാനിഫ് കേച്ചേരി എന്നിവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്തിലെ അണ്ടിത്തോട് കോലാടി പാടത്ത് സാമൂഹ്യവിരുദ്ധർ ശുചിമുറി മാലിന്യം തള്ളി. കഴിഞ്ഞ ദിവസം 2 മണിയോടെയാണ് ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന മാലിന്യം പാടത്ത് നിക്ഷേപിച്ചത്. ടാങ്കർ ലോറിയുടെ ചിത്രം സമീപമുള്ള വീട്ടിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സാമൂഹ്യവിരുദ്ധരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പൊതുജനാരോഗ്യത്തിന് ഹാനികരമാകും തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് KA ജ്യോതിഷ്, സെക്രട്ടറി മൈമൂനത്ത് എന്നിവർ അറിയിച്ചു. പൊതുജനങ്ങൾ ഇത്തരക്കാരെ തെളിവു സഹിതം കണ്ടെത്താൻ സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയായ മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയ തൃശൂർ പാലക്കാട് ജില്ലാ ഘടകത്തിന്റെ നേതൃത്വത്തിൽ ആഗോള യുദ്ധവിരുദ്ധ നിശബ്ദ ബോധവൽക്കരണ പ്രദർശനം സ്റ്റോപ്പ് വേൾഡ് വാർ 3 സംഘടിപ്പിച്ചു. പാലക്കാട് കോട്ട മൈതാന പരിസരത്ത് നടന്ന ക്യാമ്പയിനിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ 5ാമത്തെ ഖലീഫ ഹദ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് യുദ്ധവിരുദ്ധ സന്ദേശം നൽകി. സ്റ്റോപ്പ് വേൾഡ് വാർ 3 എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വിവിധ ഇടങ്ങളിലായി സമാധാന ക്യാമ്പയിനുകൾ നടത്തിവരികയാണ്. ക്യാമ്പയിന്റെ മുഖ്യ സംഘാടകരായ തൃശൂർ പാലക്കാട് അഹമ്മദിയ യുവജന സംഘടന വൈസ് പ്രസിഡന്റ് താഹിർ അഹമ്മദ് ആളൂർ അധ്യക്ഷനായി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,220 രൂപ, പവന് 1,13,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ചരമം. ഗുരുവായൂർ തിരുവെങ്കിടം പുറത്തൂർ ഇട്ടിയശൻ ഔസേ പുണ്ണി നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 3-ന് ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടത്തും. പരേതയായ മേരിയാണ് ഭാര്യ. ജോളി, രാജു എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.